എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എളുപ്പ സാമ്പാറാണ്. അതായത് വെണ്ടയ്ക്ക മാത്രം ഉപയോഗിച്ചിട്ടുള്ള സാമ്പാറാണ്. കഷ്ണങ്ങൾ വെണ്ടയ്ക്കയും തക്കാളിയും. ഇതിപ്പോൾ ഒരു 200 ഗ്രാം വെണ്ടയ്ക്കയുണ്ട്. വെണ്ടയ്ക്ക ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കി വെച്ചതാണ്. പിന്നെ തക്കാളി ഒരു 2 തക്കാളി എടുത്തു, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു, 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് തൂരപ്പരിപ്പാണ്. തൂരപ്പരിപ്പ് ഞാൻ 1/2 കപ്പ് തൂരപ്പരിപ്പ് എടുത്ത് കഴുകി കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് ഞാനൊരു സാധനം ഇട്ടിട്ടുണ്ട്. ഒരു ഇത്ര ചെറിയ വലിപ്പത്തിൽ കായം, കട്ടക്കായം ഇട്ടിട്ടുണ്ട്. പിന്നെ പൊടിവർഗ്ഗങ്ങളായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പിന്നെ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ സാമ്പാർ പൊടി. സാമ്പാർ പൊടി ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. 4 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, കളറ് കിട്ടാൻ വേണ്ടി. ഇപ്പം പച്ചമുളകും പിന്നെ സാമ്പാർ പൊടിയിലും മുളകും ഉള്ളതുകൊണ്ട് എരിവിനത് മതിയാകും. കളറിനാണ് കാശ്മീരി മുളക് പൊടി എടുത്തു വെച്ചത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് കുക്കറിലേക്ക് ഇടുകയാണ്. പിന്നെ ഞാൻ എടുത്തു വെച്ച കായമില്ലേ, കായം ഞാൻ ഈ പരിപ്പിൻ്റെ ഒപ്പമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ഇനി ഇത് മൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക. കുതിർത്ത പരിപ്പായതുകൊണ്ട് ഒരു 2 വിസിൽ മതി. ഒരു വിസിൽ തന്നെ പൂർണ്ണം മതി, എന്നാലും 2 വിസിൽ അടിച്ചിട്ട് ഓഫാക്കി വെക്കുക. അങ്ങനെ പരിപ്പ് നമ്മൾ അടുപ്പിലേക്ക് വെച്ചു. ഞാൻ ഈ പച്ചമുളകും കൂടി ഈ പരിപ്പിലേക്ക് ഇട്ട് വേവിക്കുകയാണ്. ഇനി നമ്മൾ മൂടി വെച്ച് വേവിക്കാം. പരിപ്പ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ചട്ടി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞ് ചൂടായ എണ്ണയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇടുന്നു. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് മുളകൊക്കെ ഇട്ടതിന് ശേഷം ഇതിലാണ് വെണ്ടയ്ക്ക വാട്ടിയെടുക്കുന്നത്. കടുക് പൊട്ടിയതിലേക്ക് ഞാനൊരു 4 വറ്റൽമുളക് ചേർക്കുകയാണ്. വറ്റൽമുളക് ഒന്ന് ചൂടായി കഴിഞ്ഞതിലേക്ക് മുറിച്ച് വെച്ച മീഡിയം സൈസ് സവോള ചേർത്തൊന്ന് വഴറ്റുകയാണ്. ചെറിയ ഉള്ളി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സവോളയിലേക്ക് പോയത്. സവോള ഇട്ടെന്ന് കരുതി ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ചേർക്കുന്നു. നമ്മുടെ പരിപ്പിന് 1 വിസിൽ വന്നു. ഇനി 1 വിസിലൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഇനി ഞാൻ പരിപ്പ് ഓഫാക്കി ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഈ വെണ്ടയ്ക്ക ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഉപ്പ് ചേർത്തത്. വെണ്ടയ്ക്കയും സവോളയൊക്കെ ഒന്ന് വാടി കിട്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തക്കാളിയും കൂടി ചേർക്കുകയാണ്. 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തത്, അതും ഇതിലേക്ക് ചേർക്കുന്നു. പുളി ഉള്ളത് കൊണ്ട് ഈ പിന്നെ സവോളയ്ക്ക് അല്ല വെണ്ടയ്ക്കൊക്കെ വഴറ്റുമ്പോൾ ഉടഞ്ഞു പോകില്ല പുളി ചേർത്ത് കഴിഞ്ഞാൽ. വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഏകദേശം ഒന്ന് വാടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പരിപ്പിലും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾ ഇത്തിരി കൂടുതലായതുകൊണ്ട് ദോഷമൊന്നും വരില്ല. ചുവ വരാതെ നോക്കിക്കൊണ്ടാൽ മതി. ഇനി നമ്മൾ കഷ്ണത്തിലേക്ക് പൊടികളെല്ലാം ചേർക്കുന്നതാണ്. ഈ മല്ലിയും മുളകും എല്ലാം നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ ഇതിൻ്റെ പച്ചമണം പോകാനായിട്ട് ഒരുപാട് നേരം നമ്മൾ എണ്ണയിലിട്ട് വഴറ്റണമെന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ വേറെ ഇങ്ങനെ പൊടിയായിട്ട് തന്നെ ഇടുമ്പോൾ ചുമയൊക്കെ ഉണ്ടാവും എന്നുള്ളവർക്ക് വേണമെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. പൊടിയായിട്ടിട്ട് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ കഷ്ണത്തിലേക്ക് ഇടുകയാണ്. വെണ്ടയ്ക്കയ്ക്ക് വേവ് വളരെ കുറവാണ്, വേഗം വെന്ത് കിട്ടും.
പിന്നെ ഒരുപാട് വെണ്ടയ്ക്ക അങ്ങനെ വേവിച്ച് ഇതാക്കുന്നതും കറിക്കൊരു ടേസ്റ്റ് കൊടുക്കില്ല. ഒരു പാകത്തിന് വെന്താൽ മതി, ഉടയാത്ത രീതിയിൽ നന്നായിട്ട് വേണം. ഇപ്പോൾ നമ്മൾ തക്കാളിയുടെ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതങ്ങനെ നമ്മൾ ഇളക്കിയാലും ഉടഞ്ഞു പോവുകയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അരവ് എല്ലായിടത്തും പിടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ വാളംപുളി, എടുത്തു വെച്ച വാളംപുളി ചേർക്കുകയാണ്. ഇത് നമ്മൾ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ എടുത്തു വെച്ച പുളിയാണ്. ആ പുളി വെള്ളം ഞാനിതിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ നമ്മുടെ പുളിയും അരവും എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞു. ആ വെള്ളം മതിയാവില്ല ഇത് ഒന്ന് വേവാനായിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കാം, നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് തുറന്ന് നോക്കാം. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ പരിപ്പും വെണ്ടയ്ക്കയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചാറിന് കുറച്ചുകൂടി ഒരു നീട്ടം വേണമെന്നുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. നല്ല ചൂട് വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്. ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. നോക്കിയിട്ട് പോരെങ്കിൽ പുളി കുറച്ചുകൂടി ചേർക്കാം, വേണം ഉപ്പും ചേർക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചാറിൻ്റെ കട്ടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് ഇങ്ങനെയൊന്ന് അടുപ്പിൽ വെച്ച ശേഷം വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് 2 കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ഇടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക സാമ്പാർ റെഡിയായി. 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഉണ്ടാക്കാൻ. തേങ്ങയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സാമ്പാർ കൂടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. എല്ലാവരും ട്രൈ ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതാണ്. യു ക്യാൻ ഡു. താങ്ക് യു.